ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 13 ആണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 11 വരെയുള്ള എഴുതിയ നോട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്ത് തന്നോളൂ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. എത്ര നോട്ട്സാണ് എനിക്ക് വന്നത്! നിങ്ങൾ എത്ര പേരാണ് അപ്പം അത്രയ്ക്കധികം ആത്മാർത്ഥതയോടെ പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. എത്ര പേർ, ഞാൻ ഒരിക്കലും ഓർത്തില്ല എനിക്കിങ്ങനെ ആരും നോട്ടൊന്നും അയച്ചു തരുമെന്ന് ഓർത്തില്ല. പക്ഷെ എത്ര പേരാ അവരുടെ നോട്ട്സ് എനിക്ക് അയച്ചു തന്നത്. അപ്പൊ അങ്ങനെ നോട്ട്സ് അയച്ചു തന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ചിലവർക്ക് എന്താണ് നമ്മുടെ മീ, മൈസെൽഫ് അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ പ്രൊനൗൺസിന് ചെറിയൊരു സംശയമുണ്ടെന്ന് മനസ്സിലായി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ എല്ലാവർക്കും ഒന്നും തിരിച്ചയച്ച് തന്നിട്ടില്ല, നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പലർക്കും തരാം കേട്ടോ. നിങ്ങൾ ബാക്കി നിങ്ങളുടെ നോട്ടിൽ എഴുതിക്കോളൂ. ഇനിയും ഇന്നാണ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ലെസൺ 1 നിങ്ങൾ നോക്കി നോട്ടിൽ എഴുതി പഠിച്ചു വരിക. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പലർക്കും സംശയമാണ്, വേഴ്സിന്റ് ആണോ ഡിഡിന്റ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ വേറിന്റ് ആണോ ഡിന്റ് ആണോ വേണ്ടെന്നുള്ള ഒരു സംശയം പലർക്കുമുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. ഇതിനകത്ത് ഒരു പക്ഷെ നമുക്ക് ഹാർഡിന്റെ ഒരു സംശയം, നമ്മൾ ഹാർഡിനെ കുറിച്ച് ഇതുവരെയും പഠിച്ചിട്ടില്ല അല്ലെ. നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഹാർഡ് ഡിസ്കസ് ചെയ്യാത്തൊരു പാർട്ടാണ്. അപ്പൊ നമുക്കിപ്പോ അതിനെ അങ്ങ് ഒഴിവാക്കാം. വേഴ്സിന്റും ഡിന്റുമാണ് പലർക്കും ഒരു സംശയം വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബുക്കും പെന്നും എടുത്തോളൂ, എഴുതി തുടങ്ങിക്കോളൂ. ഞാനിവിടെ കുറച്ച് സെന്റൻസ് എഴുതിയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, അവർ ഉറങ്ങുകയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സെന്റൻസുകൾ എഴുതിയിട്ടിട്ടുണ്ട്. നമ്മൾ വാസിന്റെ വെയറിന്റെ ഒക്കെ കാര്യം പഠിച്ചതാണ്. വാസ് വെയറൊക്കെ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടിയാണ്? നിങ്ങളുടെ ബുക്ക് ഒന്ന് മറിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാം അല്ലെ. ബുക്കിൽ നമ്മൾ കൃത്യം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാതെ അറിയാം. ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? എല്ലാ സബ്ജക്റ്റിന്റെയും കൂടിയാണ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു, ആയിരുന്നില്ല എന്ന് പറയാനാണ് നമ്മൾ വാസിന്റും വേറിന്റും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഞാനിവിടെ എഴുതിയേക്ക് നോക്കൂ, മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ ഈ ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ട് എല്ലാവരും ഇപ്പൊ എന്തിലേക്ക് പോയി? ഹാർഡിന്റിലേക്ക് പോയി. അല്ല, മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ചില നാട്ടിൽ പറയും മഴ പെയ്യായിരുന്നില്ല, ചില നാട്ടിൽ പറയും മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ഏത് രീതി വേണമെങ്കിലും പറയാം അല്ലെ. ചിലവർ പറയും മഴ പെയ്യായിരുന്നില്ല, അല്ലെങ്കിൽ ചിലവർ പറയും മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ സംസാരത്തിൽ വരുന്ന സ്ലാങ് പോലെ ഇരിക്കും. അപ്പൊ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാൻ മഴ പെയ്യായിരുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മള് വാസിന്റെയും വെയറിന്റെയും അർത്ഥം എന്താണ്? ആയിരുന്നില്ല എന്നാണ് അർത്ഥം. ആയിരുന്നില്ല. അപ്പൊ വാസും വേറും വന്നാൽ വേർബ് എങ്ങനെയാണ്? ING ആണ്. ക്ലിയർ? വാസിന്റും വേറിന്റും അർത്ഥം ആയിരുന്നില്ല എന്നാണ്. വാസിന്റെ കൂടെ വേറിന്റെ കൂടെ വേർബ് ING ആണ്. വേറൊന്നും അല്ല കേട്ടോ, വേർബ് ING ആണ്. അപ്പൊ മഴ ഉണ്ടായിരുന്നില്ല, അതായത് മഴ പെയ്യായിരുന്നില്ല എന്നാണ് അർത്ഥം. ആയിരുന്നില്ല എന്ന് പറയാൻ നമുക്ക് വാസിന്റും വേറിന്റും വേണം. അപ്പൊ മഴ എന്ന് പറയാൻ നിങ്ങൾ ഒരിക്കലും ദ റെയിൻ എന്നല്ല എഴുതണ്ടേ. മഴയ്ക്കൊരു സബ്ജക്റ്റ് ഉണ്ട്. എന്താണ്? ഇറ്റ് ഉണ്ട്. നിങ്ങൾ ഇത് കാണാതെ പഠിച്ചു വെക്കാം. ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയേണ്ടത് എന്താണ്? മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. മഴ എന്ന് പറയുമ്പോൾ കുറെ മഴത്തുള്ളികൾ വീഴുന്നത് കൊണ്ട് നിങ്ങൾ ഓർക്കില്ല, അത് വേറിന്റ് ആണ്. അല്ല, മഴ നമുക്ക് കുറെ മഴത്തുള്ളികളല്ല, നമ്മൾ മഴേനെ ഒന്നായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ വാസ് ഇറ്റ് ആയിരുന്നില്ല. ഇറ്റ് വാസിന്റ് എന്ന് പറയുന്ന വാസ് നോട്ട്. വേർബ് എങ്ങനെയാണ്? റെയിനിങ്. ING വേണം അല്ലെ. അപ്പൊ ഇറ്റ് വാസിന്റ് റെയിനിങ്, മഴ പെയ്യായിരുന്നില്ല, മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ഇറ്റ് വാസിന്റ് റെയിനിങ്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താണ്? വേർബ് വന്നാൽ ING. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടുത്തെ വേർബ് എന്താണ്? ഇതിപ്പോ നമുക്ക് കാണാനൊരു പ്രവൃത്തിയൊന്നും ഇതിനകത്തില്ല അല്ലേ, ഒന്നും കാണാനൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ അവിടെ എന്നാണ് പറയണത്. വേർബാണോ? അല്ല, അത് അങ്ങനെ തന്നെ കൊടുക്കുക. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, അതായത് ഞങ്ങൾ അവിടെ ആയിരുന്നില്ല. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ആയിരുന്നില്ല എന്നർത്ഥം. ഞങ്ങൾ അവിടെ ആയിരുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഞങ്ങൾ എന്ത് വേണം? വി. വീട് കൂടി ആരാ? കുറെ പേരുണ്ട്. weren't, we weren't there, we weren't there. ഇനി ഇവിടെ ഒരു ING വേണ്ട അല്ലെ. ഇത്
വേർബ് അല്ല. വി വെയറിന്റ് there. ഞങ്ങൾ അവിടെ ആയിരുന്നില്ല. അവർ ഉറങ്ങുകയായിരുന്നില്ല. എങ്ങനെ പറയും? അവർ. ദേ ഉറങ്ങുകയായിരുന്നില്ല എന്നാണ്. ആയിരുന്നില്ല. ദേ ആയതുകൊണ്ട് കുറെ പേരുണ്ട്. ദേ വെയറിന്റ് ഉറങ്ങുക. സ്ലീപ്പ് എന്ന് എഴുതരുത്, വേർബാണ്, ing വേണം. ദേ വെയറിന്റ് സ്ലീപ്പിംഗ്. ഞാൻ വൈകിയിരുന്നില്ല. ഞാൻ വൈകിയിരുന്നില്ല എന്ന് പറയും. ഞാൻ വൈകുക, ലേറ്റ് വേർബാണോ? അല്ല. അപ്പൊ നമുക്ക് ഞാൻ എന്ന് പറയാൻ ഐ ആണ്. ഐ wasn't late. അപ്പൊ നിങ്ങൾ ഓർക്കുന്നത് ആയിരുന്നില്ല. ഞാൻ വൈകി ആയിരുന്നില്ല എന്നാണ് നമ്മൾ ഒന്ന് പറയണത്. ഞാൻ വൈകിയിരുന്നില്ല. ഐ wasn't late. ഞാൻ വൈകിയിരുന്നില്ല. ഇനി അവൾ ഹോസ്പിറ്റലിൽ ആയിരുന്നില്ല. അവൾ ഷീ ആണ്, അതുകൊണ്ട് വാസിന്റ് ആണ് വേണ്ടത്. ഷീ വാസിന്റ് ഇൻ ദ ഹോസ്പിറ്റൽ. അവൾ ഹോസ്പിറ്റലിൽ ആയിരുന്നില്ല. ഷീ വാസിന്റ് ഇൻ ദ ഹോസ്പിറ്റൽ. അവൾ ഹോസ്പിറ്റലിൽ ആയിരുന്നില്ല. ക്ലിയർ? അപ്പൊ ഇവിടെയൊക്കെ അർത്ഥം വന്നത് എന്താണ്? ആയിരുന്നില്ല എന്ന് പറയാനാണ് നമ്മൾ വാസിന്റും വേറിന്റും ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് പറയൂ, മഴ പെയ്യായിരുന്നില്ല അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല, എങ്ങനെ പറയും? ഇറ്റ് വാസിന്റ് റെയിനിങ്. പറഞ്ഞു പഠിക്കൂ. ഇറ്റ് വാസിന്റ് റെയിനിങ്. ഇറ്റ് വാസിന്റ് റെയിനിങ്. മടി കൂടാതെ പറയൂ, റെയിനിങ്. നമുക്ക് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണ്? സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും, നിങ്ങൾ എഴുതാൻ കൂടെ പഠിക്കും, നിങ്ങൾ എന്താണ് പിന്നെ പറയാനും പഠിക്കും. പല കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ ഞാൻ പല കാര്യങ്ങളിൽ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നു. നിങ്ങളിപ്പൊ പറഞ്ഞു പഠിക്കുക, എല്ലാം പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയൂ, മഴ പെയ്യായിരുന്നില്ല. ഇറ്റ് വാസിന്റ് റെയിനിങ്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെ ഞങ്ങൾ അവിടെ ആയിരുന്നില്ല എന്ന് പറയൽ കുറവാണ്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. വി വെയറിൻ there. They weren't sleeping. അവർ ഉറങ്ങുമായിരുന്നില്ല. എങ്ങനെ പറയും? They weren't sleeping. അവർ ഉറങ്ങുമായിരുന്നില്ല എന്ന് എങ്ങനെ പറയും? They weren't sleeping. ഞാൻ വൈകിയിരുന്നില്ല. പറയൂ. late. I wasn't late. അവൾ ഹോസ്പിറ്റലിലായിരുന്നില്ല. She wasn't in the hospital. അവൾ ഹോസ്പിറ്റലിലായിരുന്നില്ല. ഇൻ ദ ഹോസ്പിറ്റൽ. ആരും മടി പിടിച്ചിരിക്കരുത്, മടി പിടിക്കാതെ പറയണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വാസിന്റിന്റെയും വേറിന്റിന്റെയും ഉപയോഗം മനസ്സിലായി അല്ലെ? ആയിരുന്നില്ല എന്ന് പറയാനാണ് നമ്മൾ വാസിന്റും വേറിന്റും ഉപയോഗിക്കുന്നത്. വേർബ് വന്നാൽ ing ഉപയോഗിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, വി വെയറിന്റ് there എന്ന് പറയുന്നത്, വി വെയറിന്റ് there എന്ന് പറയുന്ന സെന്റൻസിൽ വേർബ് ഉണ്ടോ ഇല്ലയോ? വളരെ ഒരു LKG ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ചിലവർക്ക് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. എന്താ? ഇതിലെ വേർബ് എവിടെയാണ്? ഇതിലെ വേർബ് ഏതാണ്? വെയർ വേർബാണ് അല്ലേ? ഹെൽപ്പിംഗ് വേർബാണ് വെയറും വാസും. അപ്പൊ ഐ വാസിന്റ് ലേറ്റ് എന്ന് പറയുന്നതിലെ വേർബ് എവിടെയാണ്? വാസും വെയറും ഹെൽപ്പിംഗ് വേർബായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഹെൽപ്പിംഗ് വേർബുകളുടെ ക്ലാസ് ഒക്കെ ഞാൻ എടുത്തു തരാം. ഒന്ന് എടുത്തു കഴിഞ്ഞു, വുഡ്, പകുതി ഭാഗം വുഡിന്റെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അതേപോലെ നമ്മൾ പഠിച്ചു ഡു, ഡസ്, ഇതൊക്കെ വില്ല്, ഇതൊക്കെ എന്താണ്? ഹെൽപ്പിംഗ് വേർബാണ്. ഇവിടെ ഇത് ഹെൽപ്പിംഗ്. ഇവിടെ നീ വേർബ് ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് എവിടെയാ വേർബ്? ഇതിനകത്ത് വേർബ് ഇല്ല എന്ന് ഒരിക്കലും പറയില്ല. ഇതിനകത്ത് വേർബ് ഏതാണ്? വാസ് എന്ന് പറയുന്ന വേർബ് ഉണ്ട്. വാസും വേർബും ഹെൽപ്പിംഗ് വേർബാണ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് എന്ത് സാഹചര്യത്തിലാണ് ഡിഡിന്റ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ സെന്റൻസ് എഴുതിയിട്ടിട്ടുണ്ട്. മഴ പെയ്തില്ല, അവർ വന്നില്ല, അവൻ കൊണ്ടുവന്നില്ല, അവൾ വായിച്ചില്ല, അവർ വാങ്ങിയില്ല. ഇവിടെയൊക്കെ എന്താണ്? ഡിഡിന്റെ ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് എടുത്തതാണ്. അതിനകത്ത് ഞാൻ ഡിഡിനെ കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഡിഡ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഡിഡിന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിഡ് പോസിറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കുന്നു, ഡിഡിന് നമ്മൾ നെഗറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കുന്നു. അത് എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ നിൽക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഡിഡിന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സെന്റൻസ് ഒക്കെ എന്താണ്?
പ്രവർത്തികളാണ്. അപ്പോൾ ഡിഡ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്താണ്, ഇന്നലെ ഒന്നും ചെയ്തില്ല എന്ന് പറയാനാണ്. ഡിഡ് നമ്മൾ പാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിഡിൻറ്റ് അല്ലെ നമ്മൾ ഡിൻറ്റ് എന്ന് പറയും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് മഴ പെയ്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദ റെയിൻ എന്നല്ല നമ്മൾ പറയേണ്ടത്. മഴയ്ക്ക് നമ്മൾ എപ്പോഴും ഇറ്റ് എന്ന സബ്ജക്റ്റ് കൊടുക്കുക. ഇറ്റ്, മഴ ഇന്നലെ പെയ്തില്ല. മഴ ഇന്നലെ പെയ്തില്ല. പിന്നെ ഒന്നും കൂടി കണ്ട്, നമ്മൾ ഡിഡിൻറ്റ് ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ എന്ത് വേണം, ടൈം അതിൻ്റെ കൂടെ വേണം എന്നാണ് കേട്ടോ, ടൈം. അപ്പൊ മഴ ഇന്നലെ പെയ്തില്ല. ഇറ്റ്, ഇനി എന്താ വേണ്ടേ, ഇറ്റ് പെയ്തില്ല എന്നാണ് നമുക്ക് വേണ്ടി. ഇറ്റ് ഡിഡ് നോട്ട്, അതായത് ഇറ്റ് ഡിഡിൻറ്റ് റെയിൻ. പിന്നെ ING വേണ്ട. ഇറ്റ് ഡിഡിൻറ്റ് റെയിനിങ് എന്നല്ല. പലർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. ഇറ്റ് ഡിഡിൻറ്റ് റെയിനിങ് എന്നല്ല, ഡിഡിൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേർബ് ഫസ്റ്റ് ഫോമിൽ കൊടുക്കുക. അപ്പൊ ഇറ്റ് ഡിഡിൻറ്റ് റെയിൻ യെസ്റ്റർഡേ. ഇന്നലെ മഴ പെയ്തില്ല. യെസ്റ്റർഡേ. അവർ വന്നില്ല. അവർ എന്ന് പറയാൻ എന്താ, ദേ. ആ പ്രവൃത്തി നടന്നിട്ടില്ല. വരിക എന്ന പ്രവൃത്തി നടന്നിട്ടില്ല. അപ്പൊ സോ ദേ വന്നില്ല. ഡിഡിൻറ്റ് കമ്മിങ് എന്ന് എഴുതരുത്, കം ആണ്. ദേ ഡിഡിൻറ്റ് കം, അല്ലെങ്കിൽ ദേ ഡിഡ്ന്റ് കം. അവര് വന്നില്ല. അവൻ കൊണ്ടുവന്നില്ല. അവൻ കൊണ്ടുവന്നില്ല. അവൻ എന്ന് പറയാൻ ഹി വേണം. നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇന്നലത്തെ കാര്യമാണ്, കഴിഞ്ഞ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹി ഡിഡ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബ്രിങ് ആണ് കേട്ടോ. ബ്രിങ്. ഹി ഡിഡ് ബ്രിങ്. കൊണ്ടുവന്നില്ല, സംതിങ്. അവൾ വായിച്ചില്ല. അവൾ എന്ന് പറയാൻ എന്താണ്, ഷീ. വായിച്ചില്ല. ഷീ ഡിഡ്ന്റ് റീഡ്. അവൾ വായിച്ചില്ല. അവർ വാങ്ങിയില്ല. അവർ വാങ്ങിയില്ല. അവർ എന്ന് പറയാൻ എന്താ, ദേ ഡിഡ്ന്റ്. വാങ്ങുക എന്ന് പറയുന്നത് ബൈ. നിങ്ങൾക്ക് മാറിപ്പോകല്. ബൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചോളൂ, പലർക്കും സംശയം കാണും. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. മാറിപ്പോകല്ല. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. അപ്പൊ കൊണ്ടുവന്നില്ല എന്ന് എങ്ങനെ പറയും, ഡിഡിൻറ്റ് ബ്രിങ്. വളരെ സിമ്പിൾ. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നോ, കൊണ്ടുവന്നില്ല, എങ്ങനെ പറയും, ഡിഡിൻറ്റ് ബ്രിങ്. നീ എന്തെങ്കിലും സാധനം വാങ്ങിച്ചോ, വാങ്ങിച്ചില്ല, എങ്ങനെ പറയും, ഡിഡിൻറ്റ് ബൈ. നീ അവിടെ പോയോ, പോയില്ല, എങ്ങനെ പറയും, ഡിഡിൻറ്റ് കം എന്ന് പറയും. നമുക്ക് എപ്പോഴും മാറിപ്പോവുക അല്ലെ. കം എന്ന് പറയുന്നത് വരുക എന്നാണ് അർത്ഥം എപ്പോഴും പലർക്കും. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ് അർത്ഥം. അപ്പൊ നീ അവിടെ പോയോ, ഇല്ല, ഡിഡിൻറ്റ് ഗോ, ഞാൻ പോയില്ല. അവര് വന്നോ, പറയൂ, വന്നില്ല എന്ന് പറയൂ, ഡിഡിൻറ്റ് കം. അവര് വന്നില്ല. ഇനി എന്താണ്, മഴ പെയ്തോ ഇന്നലെ, ഡിഡിൻറ്റ് റെയിൻ യെസ്റ്റർഡേ. ഇന്നലെ മഴ പെയ്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിഡിൻറ്റ് ഉപയോഗിക്കുന്നത്. ചെയ്തില്ല, വന്നില്ല, പോയില്ല എന്നൊക്കെ പറയാൻ. മറ്റോടത്തായിരുന്നെങ്കിൽ വാസിന്റെയും വേറെ എന്തിനാ ഉപയോഗിക്കുന്നത്, ആയിരുന്നില്ല എന്ന് പറയാൻ. ഇന്നലെ മഴ പെയ്യായിരുന്നില്ല, അവൻ ഉറങ്ങുമായിരുന്നില്ല, അവൻ പഠിക്കുകയായിരുന്നില്ല, കളിക്കുകയായിരുന്നില്ല എന്ന് പറയാനാണ് നമ്മൾ വാസിന്റും വേറിന്റും ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, പ്രവൃത്തി ചെയ്തില്ല എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ പറയാണ്, ഇന്നലെ ഞാൻ ലേറ്റ് ആയിരുന്നില്ല എന്നെങ്ങനെ പറയും, ഇന്നലെ ഞാൻ ലേറ്റ് ആയിരുന്നില്ല എങ്ങനെ പറയും, ഐ വാസ് ഇൻ ലേറ്റ് യെസ്റ്റർഡേ. ഐ വാസ് ഇൻ ലേറ്റ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ലേറ്റ് ആയിരുന്നില്ല. അപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, ഇതൊക്കെ എന്താണ്, എന്തെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തില്ല എന്ന് പറയാൻ നമ്മൾ ഡിഡിൻറ്റ് ഉപയോഗിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ആയിരുന്നില്ല എന്ന് പറയാൻ വാസിന്റും വേറിന്റുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു സെന്റൻസ് എഴുതാം, നമുക്കൊന്ന് ഇംഗ്ലീഷ് ആക്കി നോക്കാം. അവിടെ നമുക്ക് വാസിന്റ് വരുമോ ഡിഡിൻറ്റ് വരുമോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അവിടെ ചെന്നപ്പോൾ മഴയായിരുന്നു, പക്ഷെ അവര് പറഞ്ഞു ഇന്നലെ മഴ പെയ്തില്ല, പക്ഷെ ഇപ്പോ മഴയാണ്. പെട്ടെന്ന് നിങ്ങളുടെ ബുക്കിലൊന്ന് നിങ്ങൾ പെട്ടെന്ന് എഴുതൂ, പെട്ടെന്ന് എഴുതി, സമയം കളയരുതേ, പെട്ടെന്ന് എഴുതൂ. എഴുതിയോ? അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ അവിടെ ചെന്നപ്പോൾ,
ചെന്നപ്പോൾ എങ്ങനെയാ എഴുതേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ. ചെന്നു പ്ലസ് അപ്പോൾ എന്നാണ് എഴുതേണ്ടത് അല്ലെ. അപ്പോൾ അപ്പോൾ എന്ന് പറയാൻ ഞാൻ ആയി ചെന്ന് കഴിഞ്ഞ് ചെന്നു എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. വെൻ ഐ റീച്ച്ഡ് there എന്തായിരുന്നു? മഴയായിരുന്നു. എങ്ങനെയാണ് നമ്മൾ പറയാ? ആയിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. മഴയ്ക്ക് എന്താ പറയേണ്ടത്? ഇറ്റ് വാസ് റെയിനിങ്. ഇറ്റ് വാസ് റെയിനിങ്. ഇറ്റ് വാസ് റെയിനിങ്. എങ്ങനെയാണ്? വെൻ ഐ റീച്ച്ഡ് ഇറ്റ് വാസ് റെയിനിങ്. മഴ ആയിരുന്നു. ഇനി ഞാൻ പറയാണ്, ഞാൻ അവിടെ ചെന്നപ്പോൾ മഴ ആയിരുന്നില്ല. വെൻ ഐ റീച്ച്ഡ് ഇറ്റ് വാസിന്റ് റെയിനിങ്. പക്ഷേ ബട്ട് അവർ പറഞ്ഞു. എങ്ങനെ പറയും? അവർ. ദേ സേ എന്നാണോ നമുക്ക് എഴുതേണ്ടത്? അല്ല, അവർ പറഞ്ഞു. എന്താണ്? ദേ സെഡ്. ഇനി നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? അതായത് ഒരു ദാറ്റ് അങ്ങ് കൊടുക്കുക. ദേ സെഡ് ദാറ്റ്. എന്താണ് അവർ പറഞ്ഞത്? ഇന്നലെ മഴ പെയ്തില്ല. ഇന്നലെ മഴ പെയ്തില്ല. എങ്ങനെ പറയും? മഴയ്ക്ക് എന്ത് നമുക്ക് കൊടുക്കണം? ഇറ്റ് പെയ്തില്ലെന്നാണ് പറഞ്ഞത്. ഇറ്റ് ഡിഡിന്റ് റെയിൻ yesterday. It didn't rain yesterday. ഇന്നലെ മഴ പെയ്തില്ല. It didn't rain yesterday. ഇന്നലെ മഴ പെയ്തില്ല. പക്ഷേ ബട്ട് ഇപ്പോൾ മഴയാണ്. now ആണ്. it is raining. now it is വന്നു. rain എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കില്ല. is വന്നു. verb ing. it is raining. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എഴുതിയത്. ഇത് നിങ്ങളൊന്ന് പറയൂ. When I reached it was raining, but they said that it didn't rain yesterday, but now it's raining. ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞേ, എന്ത് രസം കേൾക്കാൻ. പറയൂ. When I reached the raining, they rained yesterday, but it's raining. ഇനി പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നും കൂടെ പറയൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ മഴയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ്. പക്ഷെ അവർ പറഞ്ഞു ദേ സെഡ് ദാറ്റ്. എന്താണ് പറഞ്ഞത്? ഇന്നലെ മഴ പെയ്തില്ല. പെയ്തില്ല. പക്ഷേ ഇപ്പോൾ മഴയാണ്. നൗ ഇറ്റ്സ് റെയിനിങ്. ക്ലിയർ? അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ എന്താണ് പഠിച്ചത്? വാസിന്റും ഡിഡിന്റും അല്ലെങ്കിൽ വേറിന്റും ഡിന്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒരിക്കലും മാറില്ലല്ലോ. ആയിരുന്നില്ല എന്ന് പറയാൻ വാസിന്റ് ഓർ വേറിന്റ്. പിന്നെ ചെയ്തില്ല, എന്തെങ്കിലും ഒരു പ്രവൃത്തി പൂർണ്ണമായിട്ടും ഇന്നലെ ചെയ്തില്ല, നടന്നു കഴിഞ്ഞ കാര്യം ചെയ്തില്ല എന്ന് പറയാനും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഡിഡിന്റിനെ നിങ്ങൾ ഡിന്റ് എന്ന് പറഞ്ഞ് ശീലിക്കും എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ആർക്കെങ്കിലും ഇനി മനസ്സിലാകാത്തതുണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ 1-ാം തീയതി പറഞ്ഞ ദിവസം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ, ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് ആദ്യത്തെ ക്ലാസ് 30 ദിവസത്തെയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്, പറഞ്ഞു എനിക്ക് സംസാരിച്ച് പഠിക്കണം എന്ന്. അങ്ങനെ ആഗ്രഹമുള്ളവർക്കും ഈ നമ്പറിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. പിന്നെ എന്താണ്, അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പേ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ ലെസൺ 1 എന്നും പറഞ്ഞ് നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ട്. നിങ്ങൾ കയറി കണ്ട് നോട്ടിൽ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. അപ്പൊ എല്ലാവരോടും ബൈ ബൈ.